ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മിറർ തുന്നണം കാണിക്കുന്നത്. അപ്പം നമുക്ക് പുറത്തുനിന്ന് മിററിൻ്റെ ഫ്രെയിം വാങ്ങാൻ കിട്ടും. അങ്ങനെ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് കൈത്തുന്നലായിട്ട് തുന്നണേന്നിട്ട് ഇത് കാണിക്കുന്നത്. അപ്പോൾ പല ഷേപ്പിൽ നമുക്ക് മിററുകൾ കിട്ടും, പല വലുപ്പത്തിലും കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ കുറച്ച് മിററാണ്. അപ്പോൾ അത് ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ആദ്യം ഒട്ടിക്കുന്നത്. അതിനുശേഷം നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലൂ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മിറർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഒട്ടാൻ കുറച്ച് സമയം കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് തുന്നിയെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ബോർഡിനകത്ത് 1-2 എണ്ണം ഇവിടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടീഫിനകത്ത് ഞാൻ കുറച്ചധികം മിറർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിച്ച് ബോർഡിനകത്താണുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മോട്ടീഫ് കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു നെക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മിറർ ഒട്ടിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതിനകത്തും ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം കൊടുക്കുക, ഒട്ടി വരാനുള്ളൊരു സമയം. അതിന് ശേഷം നമുക്ക് 3 ഇഴ നൂലെടുത്തിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് ആദ്യം തന്നെ തുന്നിയെടുക്കാം കേട്ടോ. ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിനകത്ത് 3 ഇഴ നൂലെടുത്തതിന് ശേഷം സാധാരണ ഒരു സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൂല് എത്ര എണ്ണം കൊള്ളണം അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ മിററിന് ചുറ്റുമായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ അടിയിൽ നിന്ന് സൂചി മുകളിലേക്ക് കുത്തി എടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു സ്ഥലത്ത്. അതിനുശേഷം ചെറിയ ചെറിയ റണ്ണിങ് സ്റ്റിച്ചായിട്ട് ചെയ്ത് കൊടുക്കേണ്ട. ഒരുപാട് വലിയ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാണ്ട് ചെറുതായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ അധികം ഭംഗി ഉണ്ടാവില്ല കാണാൻ. നമുക്കങ്ങനെ ചുറ്റും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം റണ്ണിങ് അവസാനത്തെ ചെയ്തതിന് ശേഷം താഴേക്ക് നമ്മൾ സൂചി ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൂചി വീണ്ടും പൊന്തിച്ചെടുക്കുക. ഒരു റണ്ണിങ്ങിൻ്റെ ഇടയിലേക്ക് കൂടി ആയിരിക്കും അപ്പോൾ നമ്മൾ സൂചി പൊന്തിച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഫുൾ റണ്ണിങ്ങും ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും റണ്ണിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ സൂചി പൊന്തിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്ത ഓരോ റണ്ണിങ്ങിൻ്റെ ഇടയിലൂടെ സൂചി കോർത്ത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, സൂചി കോർക്കുമ്പോൾ സൂചി മുകളിലും അടിയിൽ നൂലും വരുന്ന രീതിയിലായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇവിടെയും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ നമ്മൾ സൂചി കോർത്തിട്ട് നൂലടിയിൽ വരുന്ന രീതിയിൽ എടുത്തിട്ട് സൂചി മുകളിലൂടെ പൊന്തിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ആ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മോഡലിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ മിററിനെ കവർ ചെയ്തിട്ടായിരിക്കും ആ നൂല് ഇരിക്കുന്നുണ്ടാവുക. അത് വീണ്ടും ഒരു റൗണ്ടും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് മിററിനെ കവർ ചെയ്തിരിക്കണം അതനുസരിച്ച് ഇതുപോലെ റൗണ്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 3 തവണ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 തവണ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് ചെറിയ മിറർ ആയതുകൊണ്ടാണ് ഞാൻ 3 തവണ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത്തിരി വലിയതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 തവണ ഇതുപോലെ റൗണ്ട് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നമുക്കിത് കെട്ടിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം 3 റൗണ്ട് ചെയ്തില്ലേ, അതിൻ്റെ ഇടയിലൂടെ സൂചി വലിച്ചെടുത്ത് ഒന്നാമത്തെ റൗണ്ടിലേക്ക് എത്തിക്കുക. എന്നിട്ട് താഴേക്ക് ഇറക്കുക, റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇതേ മോട്ടീഫ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനിടയിലൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാങ്ങിങ്ങും പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.